ഓട്ടോ വരുന്നേ. എന്റെ ദൈവമേ, അവന്മാര് പറഞ്ഞ പോലെ തന്നെ വീട് കണ്ടാൽ അറിയാൻ തറവാട്ടുകാരാണെന്ന്. നീ ജംഗ്ഷനിലോട്ട് വെക്കോ, ഞാൻ കാശ് പിന്നെ തരാം. നമസ്കാരം. ദിലീപിന്റെ അമ്മയും അമ്മാവനും അല്ലേ? മോനെങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്നോ, ഞാൻ ദിലീപിന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ ക്ലോസറ്റിന്റെ പേരെന്താ? ക്ലോസറ്റ് അല്ല, ക്ലോസസ്റ്റ് വെച്ചാൽ വളരെ അടുപ്പമെന്ന് പറയും. എന്റെ പേര് എബ്രഹാം ജോൺ. മുമ്പ് എബ്രഹാം ജോസ് എന്നായിരുന്നു, പേര് മാറ്റി. മോനെ കണ്ടിട്ട് നല്ല പരിചയം. വരൂ അകത്തോട്ടിരിക്കാം. എന്നെ കാണുമ്പോ പലരും ഇങ്ങനെ ചോദിക്കാറുള്ളതാ, നല്ല പരിചയം ഉണ്ടല്ലോ എന്ന്. ഈ അടുത്തൊരുത്തം കണ്ടപ്പോ എന്നോട് ചോദിച്ചു അമിതാഭ് ബച്ചന്റെ ബന്ധുവാണോ? അമിതാഭ് ബച്ചനോ? അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നല്ലോ. അമിതാഭ് ബച്ചനോ? ഇവിടെ ഇവിടെ ദിലീപിനെ ഹിന്ദിയിലോട്ട് വിളിക്കാൻ അവൻ പോയില്ല. അവനെ മറാഠിന്നും ഗുജറാത്തിന്നും ഗോഹട്ടിന്നും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അതെ അതെ, ചെറിയായിരിക്കും വിളിച്ചത്. മോന്റെ വീട് എവിടെയാണ്? കുമ്പളങ്ങില്. പിന്നെ അമ്മച്ചി, ഈ വീടും പരിസരവും ഒക്കെ കൊടുക്കാൻ പോണെന്ന് കേട്ടു. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. നല്ല തറവാട്ടി പറഞ്ഞവർക്കേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. മോന്റെ തറവാട് എവിടെയാ? ഞാനും നല്ല അസല് തറവാട്ടിൽ തന്നെയാ. കുമ്പളങ്ങിയിൽ തടത്തിൽ തറവാട്ടിൽ ഉണ്ണൂണ്ണി തരകന്റെ തറവാടിയായ മകൻ എബ്രഹാം ജോൺ. എന്നാ മോനെ ഞാൻ ഇരിക്കില്ല അമ്മച്ചി. അമ്മച്ചി മോനെ എന്തേലും കുടിക്കാൻ തന്നല്ലേ? മോശല്ലേ? ഞാൻ ഇപ്പൊ മോശം മോശം, ഭയങ്കര മോശം. ഞാനിപ്പോ വരാം. നല്ല അന്തസ്സുള്ള തറവാട്ടുകാരാ. വിൽപ്പന നടക്കുന്ന ലക്ഷണമുണ്ട്. എന്റെ ജീവിതം ഒന്ന് കലങ്ങി തെളിയും. ചേച്ചി, ഈ വിമ്മിനേക്കാൾ നല്ലത് ടിക്-20 ഇല്ലേ? അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ കുമാര. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അത് എടുത്ത് ഞാൻ അപ്പുറത്തെ വീട്ടിലെ ആടിന് കൊടുത്തു. അയ്യോ, ആ ചെറുക്കന് ഭാഗ്യമില്ലാതായല്ലോ. അതേന്നേ. ഇതുമോ കുടിക്കി. താങ്ക്സ്. കോർപ്പറേഷൻ വാങ്ങണമെന്ന് തോന്നുന്നു, അല്ലാത്ത ടേസ്റ്റ്. അത് പരിചയമില്ലാത്തതുകൊണ്ടാകാം. പിന്നെ അമ്മച്ചി, ഈ വീടിന് ചുറ്റും ഒരു അരേക്കർ സ്ഥലം ഉണ്ടാവോ? വരും വരും, ധാരാളം മതി. കുറച്ച് കഴിയുമ്പോ 2 ഏക്കറെങ്കിലും വേണ്ടി വരും. ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ വിമ്മ് കലക്കി കൊടുത്താ ഉടനെ വിവരം അറിയോന്ന്. എന്റെ വേള മാതാവേ, വിമ്മ.